പതിയെ അവളുടെ മുഖം അവന്റെ ചുണ്ടിനരികിലേക്ക് അടുത്തു വന്നു. ആ കീഴ്ചുണ്ടിനെ അങ്ങനെ തന്നെ കടിച്ചെടുത്ത് വായിലാക്കി കഴിഞ്ഞിരുന്നു. അവന്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. പെട്ടെന്നെന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ പ്രവൃത്തിയെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. അവന്റെ കുഞ്ഞി കണ്ണുകൾ ഒരു വേള തിളങ്ങിപ്പോയി. അവളിലെ മാറ്റങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവനെ തന്നെ അവൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു പോയി, അവളുടെ ചുംബനത്തെ തടസ്സപ്പെടുത്താതെ. അവന്റെ ചുണ്ടുകളെ മതിവരാത്ത പോലെ അവൾ ചുംബിച്ചുണർത്തി. ചുംബന തീവ്രതയിൽ അവൾ അവന്റെ കൈ തന്റെ ഇടുപ്പിലായി എടുത്തു വെച്ചു. പെട്ടെന്നുള്ള അവളുടെ ആ നീക്കത്തിൽ അവൻ ഞെട്ടിപ്പോയി. അവൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കാൻ എന്ന പോലെ ആ ചുംബനം തടസ്സപ്പെടുത്താതെ മറു കൈയാൽ അവൻ സീറ്റ് ബെൽറ്റ് ഊരിമാറ്റി അവളുടെ ഇടുപ്പിലായി വെച്ചിരുന്ന അവന്റെ കൈ ഒന്നുകൂടി മുറുക്കി. പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പോലെ അത്രയും മാധുര്യം ആ ചുണ്ടുകൾക്കുള്ളതായി അവൾക്ക് തോന്നി. പതിയെ വളരെ സാവധാനം അവന്റെ ചുണ്ടുകൾ ചുംബിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴായി ആ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ അവൾ പിന്നെയും അവന്റെ ചുണ്ടുകൾ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. ഒരു മിഠായി നുണയുന്ന പോലെ അത്രയും മൃദുവായി. ശ്വാസം മുട്ടുന്നതായി തോന്നിയതും മനസ്സോടെ അവൾ ആ ചുണ്ടുകളെ വേർപ്പെടുത്തിയതും ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച അവന്റെ കൈ വല്ലാതെ മുറുകി. തന്റെ സീറ്റ് ഒന്ന് പിറകിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പിറകിലേക്ക് ചാഞ്ഞു കിടന്ന് അവളെ ഒരു കൈയാൽ പൊക്കിയെടുത്ത് അവന്റെ മടിയിൽ ഇരുത്തി കഴിഞ്ഞിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. അവൾക്കൊന്ന് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ അവൾ നിർത്തിവെച്ച ചുംബനം അവനായി ഏറ്റെടുക്കുകയായിരുന്നു. അവളുടെ ചുണ്ടുകളെ അങ്ങനെ സ്വന്തമാക്കിയിരുന്നു. ഈ പ്രാവശ്യം അതിൽ വന്യതയായിരുന്നു. കടിച്ചെടുക്കുന്ന ചുംബനമായിരുന്നു. അവന്റെ ഒരു കൈ ഇടുപ്പിലൂടെ സാരി വകഞ്ഞു മാറ്റി അവിടം തലോടിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി. എന്നാൽ അടുത്ത നിമിഷം അങ്ങനെ തന്നെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. അവന്റെ വിരലുകൾ ഇടുപ്പിൽ കുസൃതി കാട്ടുമ്പോൾ മറുകൈ അവളുടെ മൃദുലമായ പഞ്ഞിക്കെട്ടിൽ അമർന്നുകൊണ്ടിരുന്നു. അവളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. അതവനെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നതായിരുന്നു. കാറിന്റെ AC തണുപ്പിലും അവന്റെ ശരീരം ചൂടുപിടിച്ചു തുടങ്ങി. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസമില്ലങ്ങനെ വന്നതും അവന്റെ ഷർട്ടിൽ പിടി ഒന്നുകൂടി മുറുക്കി. അവളിലെ വെപ്രാളം മനസ്സിലാക്കിയെന്നപ്പോൾ ഒരിക്കൽ കൂടി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി കഴുത്തിലേക്ക് സ്ഥാനം പിടിച്ചിരുന്നു. ആ നിമിഷം അവന്റെ നിയന്ത്രണമെല്ലാം തെറ്റുന്നതായിരുന്നു. അവളിൽ നിന്ന് വമിക്കുന്ന ചന്ദനത്തിന്റെ മണം അവനെ വേറൊരു ലോകത്ത് കൊണ്ടെത്തിക്കുന്നതായിരുന്നു. കഴുത്തിൽ മുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് അവിടെ അവന്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു. അവൾക്ക് തന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. ഏട്ടാ വേണ്ട, വികാരത്തോടെ അവൾ പറയുമ്പോൾ അവളുടെ ശബ്ദത്തിന്റെ മാറ്റം അവന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. കണ്ണടച്ചിരിക്കുകയാണ് പെണ്ണ്. അവളുടെ ഹൃദയമെടുപ്പ് അവന് കേൾക്കാൻ കഴിയുന്ന പോലെ ഒരു വേള അവന് തോന്നി. ഇതിപ്പോ പൊട്ടിത്തെറിക്കുമല്ലോ പെണ്ണെ, അവളുടെ കാതിലായി പറയുമ്പോൾ പെണ്ണിൽ ഒരു വിറയൽ കടന്നു പോയ പോലെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവന്റെ കണ്ണിൽ അവൾ കൊതിക്കുന്ന ഭാവമായിരുന്നു. കുഞ്ഞാ, എന്റെ കുഞ്ഞിപ്പ എന്താ ചെയ്തേ? പറ. അവന്റെ ശബ്ദം വല്ലാതെ പതിഞ്ഞിരുന്നു. അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ശരിയാണ്, താനിപ്പ എന്താ ചെയ്തത്? അവൾ സ്വയം ഒന്ന് ചിന്തിച്ച് നാണത്തോടെ മുഖം കുനിച്ചു. പറയടാ. അവളുടെ താഴ്ന്നുപോയ മുഖം ഉയർത്തി അവൻ അത്യധികം പ്രണയത്തോടെ അവളോട് ചോദിക്കുമ്പോൾ കവളികളിൽ അരിച്ചിറങ്ങുന്ന ചുവപ്പിനെ അവനിലേക്ക് ഒളിപ്പിക്കാൻ എന്ന പോലെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കളഞ്ഞു പെണ്ണ്. ജയ് അവന്റെ നെഞ്ചിലാ കിടക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ തലയെ താടി ഊന്നിക്കൊണ്ട്, താങ്ക്സ് പൊന്ന, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു നിമിഷം. എനിക്ക് നിന്നോട് എങ്ങനെ പറയണം എന്നറിയില്ലടാ. ഈ നിമിഷം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അതാരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും അത് ഞാൻ മാത്രമാണെന്ന്. ഞാൻ പറയാതെ തന്നെ എന്റെ പെണ്ണിന്റെ ആദ്യ ചുംബനം. അവന്റെ ചുണ്ടുകൾ ഇടതരവില്ലാതെ അവളുടെ നെറ്റിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അല്ല കുഞ്ഞാ, ഈ കിസ്സൊക്കെ നീ എങ്ങനെ പഠിച്ചു? അവൻ കുറുമ്പോടെ ചോദിച്ചു. അതുമല്ല, പെട്ടെന്നൊരു കിസ്സൊക്കെ എന്തു പറ്റി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആള്. അവളുടെ കവിളി പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ തലയുയർത്തി അവനെ നോക്കി പെണ്ണ്. പെണ്ണെ, കടിച്ചെടുക്കാൻ തോന്നുക. അത് പിന്നെ ഒന്നുമില്ല, എനിക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അതാ കിസ് തന്നെ. പതർച്ച മറച്ചു വെച്ച് പെണ്ണ് പറയുമ്പോൾ ആണോ എന്നർത്ഥത്തിൽ അവളെ നോക്കുന്നുണ്ട്. അതെ, വണ്ടി എടുക്കട ചെകുത്താനെ. അവനിൽ നിന്ന് കുതറി മാറി തന്റെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ പറയുമ്പോൾ അത് കൊള്ളാലോ, ഇപ്പൊ അസുരം മാറി. ചെകുത്താനായോടി കാന്താരി. റോഡെന്ന് പോലും നോക്കാതെ എന്നെ കയറി ഉമ്മിച്ചതും പോരാഞ്ഞ് അവളുടെ ഒരു ചെകുത്താൻ വീട്ടിലെത്തട്ടെ മോളെ, കാണിച്ചു തരുന്നുണ്ട്. അവളെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് താടി ഒഴിഞ്ഞ് അവൻ പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ പൂത്തുലഞ്ഞു പോയിരുന്നു അവന്റെ കുഞ്ഞിപ്പെണ്ണ്. അഗ്നി പുറത്തേക്ക് ഇറങ്ങി തന്റെ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ഡാഡ്, സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് വരണം, എത്രയും പെട്ടെന്ന്.
ഹലോ പോലും പറയാതെ അവൻ അങ്ങനെ പറയുമ്പോൾ അയാൾ നേരിയ ആശങ്ക ഉടലെടുത്തു. എന്താ മോനെ, ആർക്കെങ്കിലും എന്തെങ്കിലും? അയാൾ സംശയത്തോടെ ചോദിച്ചു. അഗ്നിക്ക് ആ സമയം എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ നിന്നുപോയി. നത്തിങ് ഡാഡ്, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അങ്കിളിനെ കൂടി വിളിക്കണം പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു സംസാരത്തിന് കാത്തു നിൽക്കാതെ അഗ്നി ആ കോൾ അവസാനിപ്പിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ ആരാധ്യയുടെ അച്ഛനായ രാജനെ വിളിച്ചു വരുത്തി. അഗ്നി വിളിച്ച കാര്യം പറഞ്ഞു. അവർ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവരിൽ എന്തെന്നില്ലാത്ത ഭയം നിറയുന്നുണ്ടായിരുന്നു. ഫോൺ വിളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അഗ്നി വീണ്ടും ഹോസ്പിറ്റലിനകത്തേക്ക് കയറി യദുവിന്റെ ഡെവിയുടെ അരികിലേക്ക് ചെന്നു. യദു, ഞാൻ ഓഫീസിലേക്കൊന്ന് പോകുക, അച്ഛനും അങ്കിളും ഇപ്പൊ വരും, നീ ഇവിടെ തന്നെ കാണണം പറഞ്ഞുകൊണ്ട് ഡെവി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അഗ്നിക്ക് ഡെവിയോട് പറയാനുള്ളത്. യദു എഴുന്നേറ്റുകൊണ്ട് അഗ്നിയുടെ അടുത്തായി വന്നു നിന്നു. എന്താ ഏട്ടാ, ആ പന്ന മക്കളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അതാണോ ഇപ്പൊ ഏട്ടൻ പോകാനുള്ള കാരണം? യദു ചോദിക്കുമ്പോൾ അഗ്നിയുടെ കണ്ണുകളിൽ വന്യമായ ഒരു തിളക്കമുണ്ടായിരുന്നു. ഒന്നും പറയാതെ അവൻ തിരിഞ്ഞതും അഗ്നിയുടെ കയ്യിൽ ഡെവിയുടെ പിടി വീണിരുന്നു. ഡെവി, കൈയെടുത്തേ. തിരിഞ്ഞു നോക്കാതെ തന്നെ അവന്റെ ശബ്ദം ഉയർന്നിരുന്നു. അഗ്നി, നിന്റെ ദേഷ്യം ന്യായമാണ്. നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ജയ് ഇപ്പൊ വരും. അതിനുശേഷം നമുക്ക് എന്താ ഇനി അടുത്തതെന്ന് തീരുമാനിക്കാം. ഓഹോ, കൂട്ടുകാരനും വരുന്നുണ്ടോ? അവന് പേരുണ്ടാക്കി കൊടുക്കാൻ വന്നതാണോ നീ? അഗ്നി അവന് നേരെ തിരിഞ്ഞ് പുച്ഛത്തോടെ ചോദിച്ചു. അഗ്നി, ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇവിടെ ജയവും തോൽവിയും ഒന്നുമല്ല വേണ്ടത്. അകത്ത് മരണത്തോടെ മല്ലടിച്ച് ഒരു പെണ്ണ് കിടപ്പുണ്ട്. അവൾക്ക് നീതിയാണ് വേണ്ടത്. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇവിടെ നിനക്ക് തന്നെ അറിയാം, ജയ് ഇല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും. നീ എന്താ ഡേവി പറയുന്നത്? അവൻ വരുന്നവരെ ആ പന്ന മക്കൾക്ക് ഒരു കുഴപ്പമില്ലാതെ നടക്കാനുള്ള അവസരം കൊടുക്കണം എന്നാണോ? പറ്റില്ല ഡേവി, ഇതിന് പിന്നിൽ എന്തു വന്നാലും ഞാൻ അങ്ങ് സഹിച്ചോളാം, അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു. കാരണം അപമാനമായത് അഗ്നിയുടെ ഫാമിലിക്കാണ്, അല്ലാതെ ജയിക്കല്ല. തന്റെ ഇടുപ്പിൽ തിരികെ ഗണ്ണ് ഒന്നുകൂടി നേരെയാക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ, അഗ്നി, ഇത് നിന്റെ മാത്രം പ്രതികാരമല്ല. എന്തുകൊണ്ട് നിന്നേക്കാൾ അവകാശം ഈ ഇരിക്കുന്നവനാ? അവനെ ഏറ്റവും വലിയ നഷ്ടം. നീ അത് മനസ്സിലാക്കുന്നില്ല. ഒറ്റയടിക്ക് കൊല്ലുന്ന രീതി നിനക്കില്ലല്ലോ അഗ്നി? ഡെവി ചോദിച്ചു. അതിനൊറ്റയടിക്ക് ആര് കൊല്ലുന്നു? ആ പന്ന മക്കൾ എന്നോട് മരണം നൽകാൻ യാചിക്കും. പെട്ടെന്നൊരു മരണം നൽകാതെ ആസ്വദിച്ച് കൊല്ലും ഞാൻ. ഇതിന് പിന്നിലുള്ള 3 പേരെയും അഗ്നി കാണുന്നത് അവന്മാർ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത മുഖത്തിലായിരിക്കും. പിന്നെ യദു, അവനെ ഇതിൽ വലിച്ചഴക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവന്റെയൊക്കെ മരണം ഇവന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കൂ, ഇവൻ പറയുന്ന പോലെ തന്നെ നടക്കൂ. അഗ്നിയാണ് ആദ്യം കണ്ടെത്തുന്നതെങ്കിൽ കൊള്ളി വെക്കാൻ പോലും അവന്റെ ഒന്നും വീട്ടുകാർക്ക് കൊടുക്കില്ല. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദമായിരുന്നു അവന്റേത്. മുഖം വന്യമായി തിളങ്ങി. കാപ്പിക്കണ്ണുകളിൽ പകയാളി കത്തുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഓഫീസ് വരെ ഒന്ന് പോകുക. ഇത് ചെയ്തവന്മാരെ കുറിച്ച് എനിക്ക് കുറച്ച് തെളിവുകൾ കൂടി ലഭിക്കാനുണ്ട്. പിന്നെ ഈ തോക്ക്, മുന്നിൽ വരുന്ന ശത്രുക്കളെ തുടച്ചു മാറ്റണം എന്റെ വഴിയിൽ നിന്ന്. അതിനിത് വേണം. അതുവരെ മിണ്ടാതിരുന്ന യദു, ഏട്ടാ ഞാനും വരുന്ന കമ്പനിയിലേക്ക്. യദു, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, അങ്കിളും അച്ഛനും വരുന്നുണ്ട്, നീ ഇവിടെ കാണണം. പിന്നീട് ഒരു യാത്ര പറച്ചിലിൽ നിൽക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഡെവി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അഗ്നി ജിത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ചെകുത്താനും കടലിനും നടുവിലായ അവസ്ഥ. 2 പേരും ഒന്നിനൊന്ന് മെച്ചം തന്നെ. നിന്റെ അടിവേര് വലിച്ചൂരാതെ ഇവന്മാർ അടങ്ങില്ല. എന്റെ കർത്താവേ, എല്ലാം നന്നായി വരണമേ. ചാച്ചൻ അറിയോ അവരാരാണെന്ന്? യദുവിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ആ ചോദ്യം എത്തി. ഹേ ഇല്ല യദു, ഞാൻ ജയെയും അഗ്നിയെ കുറിച്ച് ആലോചിച്ചതാ. യദുവിൽ സംശയം നിറഞ്ഞു വന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്താകും? ആരാകും ഇതിന് പിന്നിൽ? എന്തായാലും എന്റെ പെണ്ണിനോട് ഇത് ചെയ്തവന്മാരാരായാലും അവന്റെയൊക്കെ മരണം എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജയും ഭദ്രയും കൂടി വീട്ടിലേക്ക് വന്നു. നാളെയാണ് അവന്റെ വീട്ടുകാർ നാട്ടിലേക്ക് മടങ്ങുക. ജയുടെയും ഭദ്രയുടെയും വിവാഹം നടന്ന സാഹചര്യവും ജയുടെ പ്രണയവും അറിഞ്ഞ് അവന്റെ വീട്ടുകാർ അവനെ തല്ലിപ്പോയതിൽ വേദന നിറഞ്ഞിരുന്നു. എങ്കിലും അവന്റെ ആദ്യ പ്രവൃത്തിയിൽ അവർ 2 എണ്ണം കിട്ടിയത് തന്നെ നന്നായി എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. ജയ് അവളെ വീട്ടിലാക്കിയിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വിനോദ്, ഫയൽ എവിടെ? അഗ്നി വന്നപാടെ കലിപ്പിലാണ്. തൊട്ടു മുന്നിലിരിക്കുന്ന ഫയൽ അവൻ തുറന്നു നോക്കി. മുഖം വലിഞ്ഞു മുറുകി. തൊട്ടടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവന്റെ മുഖത്ത് ഞെട്ടലുളവാക്കി.